ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമുക്ക് പെട്ടെന്നൊരു ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെ അളവെടുത്ത് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതൊരു നൈറ്റി തുണിയാണ്, അത് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം രണ്ടായി മടക്കി, എന്നിട്ട് ഇതിനെ വീണ്ടും നാലാക്കി മടക്കിയിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ്, ഇവിടെയാണ് ഫോൾഡ് ചെയ്ത ഭാഗം. അതുപോലെ ഷോൾഡർ വരുന്ന അവിടെ ഫോൾഡാണ്, ഇവിടെയാണ് ഓപ്പൺ സൈഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നാലാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഇതൊരു ഇറക്കം വരുന്നത് 50 ഇഞ്ചിലാണ് വരുന്നത്. ഇതൊരു കസ്റ്റമറുടെ നൈറ്റിയാണ്. അപ്പോൾ അതിന് ഇറക്കം വരുന്നത് 50 ഇഞ്ച് ഇറക്കവും 38 സൈസ് ചെസ്റ്റ് വണ്ണം വരുന്ന അളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കട്ട് ചെയ്യണത് നോക്കാം. ഞാനിവിടെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കണത് 2.5 ഇഞ്ചിലാണ് കേട്ടോ. 2.5 ഇഞ്ചിൽ നെക്ക് അടയാളപ്പെടുത്തി. ഷോൾഡർ വീതി ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കണം. ഒരു 3 ഇഞ്ച് മതി എന്ന് പറയണം. അപ്പോൾ മൊത്തത്തിലിവിടെ ഷോൾഡർ വീതി 3.5 കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വേണ്ടുള്ളൂ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 3.5 ഇഞ്ച്. മൊത്തം ഞാനിവിടെ 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി ആംപോൾ അഞ്ഞ് കൊടുക്കുന്നത്, അത് നമുക്കൊരു 7 ഇഞ്ച് ആംപോൾ കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ ഞാൻ 6 കൊടുത്തിട്ടുള്ളൂ, ആംപോൾ ഞാൻ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും 6 ഇഞ്ച് തന്നെയാണ്. ഇത് സാധാ ഒരു ചുരിദാർ കട്ട് നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് വണ്ണം കൊടുക്കുന്നുണ്ട്. 38 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം പറഞ്ഞിരിക്കുന്നത്. അത് കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 40 വരും. അപ്പോൾ 40ൻ്റെ 4 ഭാഗം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ചെസ്റ്റ് വണ്ണം 10 ഇഞ്ച് വരുന്നുണ്ട്. 40ൻ്റെ 4 ഭാഗം വരുമ്പോൾ 10 ഇഞ്ചാണ് വരിക. അപ്പോൾ ആ 10 ഇഞ്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 9.5 ഇഞ്ചിലാണ് സ്റ്റിച്ച് വരുന്നുള്ളൂ. 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് 13.5 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് ഷേപ്പ്. അത് ഞാനിവിടെ ഷേപ്പ് വേണം കൊടുക്കുന്നത്. ഇവിടെ 10 ഇഞ്ചാണ് കൊടുക്കും, 10.5 ഇഞ്ചിലാണ് കൊടുക്കണം. 1/2 ഇഞ്ച് കുറയ്ക്കണുള്ളൂ, അല്ല 1 ഇഞ്ച് കുറയ്ക്കണുള്ളൂ. 10 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹിപ്പ് വണ്ണം കൊടുക്കുന്നത്, ഹിപ്പിൻ്റെ ഇത് കൊടുക്കുന്നത് ഞാൻ 19.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അത് ഞാനൊരു 12 ഇഞ്ച് കൊടുക്കണം. ഒന്ന് ലൂസായി കിടന്നോട്ടെ വിചാരിച്ചിട്ട് ഒരു 12 ലൂസാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാനിവിടെ ഒരു 13 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് ലൈനാക്കി വരയ്ക്കാം. ഇവിടെ കൈക്കുഴി വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, കൈക്കുഴി യോജിപ്പിച്ച് കൊടുക്കാൻ. ഒമ്പതരയിലാണ് തയ്യൽ വരുന്നത്. കറക്റ്റ് 9.5 നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നൈറ്റിക്കാകുമ്പോൾ പിന്നെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടേണ്ട കാര്യമൊന്നുമില്ല. കുഴിച്ച് വെട്ടുന്നവരുണ്ട്, ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇനി ഇത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടിവരെ നമുക്ക് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്കിൻ്റെ ഇറക്കം, മുൻകഴുത്ത് ഇറക്കം 5 ഇഞ്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 1/2 ഇഞ്ച് തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5 ഇഞ്ച് അവർക്ക് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാൻ 5.5 ഇഞ്ചിൽ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് 3.5 ഇഞ്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് 3.5 ഇഞ്ച് തന്നെ ആവും. ഇനി കഴുത്തൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് കഴുത്തും ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഒരു വീനെക്ക്, ചെറിയൊരു വീനെക്ക് ഷേപ്പ് എന്ന തനി റൗണ്ട് അല്ലതാനും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി കൈ അടയാളപ്പെടുത്തി കൊടുക്കണം. കൈയിൻ്റെ ഇറക്കം പറഞ്ഞിട്ടുള്ളത് 8 ഇഞ്ചാണ് അവർക്ക് വേണ്ടത് പറഞ്ഞത്. 8 ഇഞ്ചാണ് കേട്ടോ കൈയിൻ്റെ ഇറക്കം. അപ്പോൾ ഇവിടെ തേരുവശമാകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക വേണ്ടുള്ളൂ. അപ്പോൾ അതിന് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മതി. ഇവിടെ 1 ഇഞ്ച് കണക്കാക്കിയിട്ട് ഞാനിവിടെ ഒരു 9.5 ഇഞ്ചാണ് കൊടുക്കണം. ഇനി താഴത്തേക്കൊരു 9.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെയും നമുക്കൊരു 9 ഇഞ്ച് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിന്ന് ഒരു 3.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി, എന്നിട്ട് അത് യോജിപ്പിച്ച് കൊടുക്കാൻ പോവാണ്.
ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലൂടെ ഇങ്ങോട്ട് കൈ യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൈയും നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ കൈയിൻ്റെ വണ്ണം വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് 5.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. കൈയിൻ്റെ സ്ലീവിൻ്റെ ഓപ്പണിങ് 5.5 ഇഞ്ച്. പിന്നെ 2 ഇഞ്ച് ലൂസും കൊടുത്തിട്ട് നമുക്കതൊരു 7.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതും ഇവിടെ യോജിപ്പിച്ച് വരച്ചു. അപ്പോൾ സ്ലീവിൻ്റെ അടയാളപ്പെടുത്തലും കഴിഞ്ഞു കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ താഴ്ഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. അതായത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ 2 സൈഡ് ഞാൻ തൂങ്ങി നിൽക്കണേനാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഞാൻ കയറ്റി കൊടുക്കാറുള്ളൂ കേട്ടോ. 1/2 ഇഞ്ചിന് കയറ്റിയിട്ടുള്ളൂ. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഫ്രണ്ടിനൊക്കെ വി ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിന് വയ്ക്കാനുള്ള ക്രോസ് പീസൊക്കെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ച് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കാം. ഷോൾഡറും കട്ട് ചെയ്തു. ഇങ്ങനെ കൈയാണ് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ അടിയിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വരണം കേട്ടോ. അടിയിലാണ് കട്ട് ചെയ്യണേ. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അങ്ങനെ 1/2 ഇഞ്ച് കൂടെ വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാനൊക്കെ ഈ പീസിൽ നിന്നാണ് എടുക്കുക കേട്ടോ. നമുക്ക് കൈക്കോഴി കട്ട് ചെയ്യാനുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കൈക്കോഴിയും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ചുരിദാർ കട്ട് നൈറ്റിക്ക് കട്ട് ചെയ്യാൻ. ഇനി നമുക്കിവിടെ ഫ്രണ്ടിൽ പീസ് കൊടുക്കാനുള്ളതാണ്. അത് ഇതിന്നാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് മാറ്റാം. ഇനി ഫ്രണ്ട് നെക്കിൽ വെച്ച് കൊടുക്കാനുള്ള ഇതൊന്ന് നമുക്ക് കിട്ടും. ഈ പീസിനെ ഒന്ന് ലെവലാക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇത് അടിയിൽ വെച്ച് കൊടുക്കുക. ഈ നെക്കിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ് ചെയ്യണം കേട്ടോ. നൈറ്റി ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്കിൻ്റെ ഇതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക.
ഇനി നമുക്കിതും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കട്ട് ചെയ്യാൻ പോവുകയാണേ. ഞാനിവിടെ ലേശം കൂടെ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നെക്കിന് വെക്കാനുള്ള അതിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഒരു ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ കാണുന്നവരൊക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇത്ര നേരം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. ബൈ.